നമുക്ക് കോഴിക്കോട്ടെ ഒരു ഗ്രാമത്തെ അറിയാം. അവരുടെ ആ ഗ്രാമത്തിനൊരു ആവശ്യമുണ്ട്. അവരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട്. ഒരു പാലം വേണമെന്നാണ് ആ ഗ്രാമവാസികളുടെ ആവശ്യം. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കടവ് നിവാസികളാണ് പാലത്തിനു വേണ്ടി ഇപ്പോഴും മുറവിളി കൂട്ടുന്നത്. ചാലിയാറിൽ നിന്ന് മാമ്പുഴയിലേക്ക് നിർമ്മിച്ച BK കനാലിലാണ് പാലമില്ലാത്തത്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഉടുമ്പ്രയെയും കോഴിക്കോട് കോർപ്പറേഷനിൽ ഉൾപ്പെട്ട കോട്ടുമലിനെയും ബന്ധിപ്പിച്ച പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ കയറിയിറങ്ങാത്ത വാതിലുകളില്ല. ഇന്ന് കണ്ണെത്തുന്ന ദൂരത്ത് പോകണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇരുകരകളെയും ബന്ധിപ്പിച്ച് കടത്തുതോണി ഉണ്ടായിരുന്നെങ്കിലും അത് അവസാനിപ്പിച്ചിട്ട് ഏറെക്കാലമായി. ബ്രിഡ്ജസ് ആൻഡ് കോർപ്പറേഷൻ ഇപ്പോൾ അത് 19 കോടിക്ക് വേണ്ടി നിയമാനുമതിക്ക് കൊടുത്തിട്ടുണ്ട്. ആ നിയമാനുമതി കിട്ടുമ്പോഴേക്കും ഇവിടെയുള്ള സ്ഥലങ്ങൾ പിന്നെ അക്വയർ ചെയ്യുന്നത് പ്രയാസകരമായി മാറുക എന്നുള്ള ഭീതിയിലാണ് നാട്ടുകാർ. കാരണം ഇത്രയും കാലം ഇത് വേക്കൻ്റായ സ്ഥലങ്ങളായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഓണേഴ്സ് അത് കഷ്ണമായിട്ട് മുറിച്ചു വിൽക്കാൻ, ഇപ്പോൾ അതായത് ഭൂമാഫിയകളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഇതൊക്കെ മുറിച്ചു വിൽക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പാല നിർമ്മാണം വെറും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുകയോ, അതായത് ഈ നാട്ടുകാരുടെ യാത്രാ ദുരിതം ഒരിക്കലും തീരാതാവുമോ എന്നുള്ള ആശങ്കയിലാണ് ഇവിടുത്തെ നാട്ടുകാരുള്ളത്. 1996 പാലത്തിനു വേണ്ടി നാട്ടുകാർ ഒത്തുകൂടി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. പണം സ്വരൂപിച്ച് പാലത്തിനു വേണ്ടി BK കനാലിൽ ഒത്തനടുക്ക് തൂണ് നിർമ്മിച്ചു. തൊട്ടടുത്ത വർഷം കനാലിന് ഇരുവശത്തും അപ്രോച്ച് റോഡ് ബന്ധിപ്പിക്കുന്നതിന് ബണ്ടുകളും നിർമ്മിച്ചു. അതിനുശേഷം താൽക്കാലിക മരപ്പാലം നിർമ്മിക്കാൻ ഫണ്ട് വകയിരുത്തിയെങ്കിലും പ്രവൃത്തി നടക്കാതെ പണം നഷ്ടമായി പോയി. ഇപ്പോൾ ഒരു സ്കൂളിൽ പോകണമെങ്കിൽ ഈ ഉടുമ്പ്രൊക്കെ കഴിഞ്ഞ് കടുപ്പിനെത്തണം. അവിടുന്ന് ഞങ്ങൾക്കൊരു ബസ് കിട്ടുള്ളൂ. പിന്നെ തിരുവണ്ണൂർ എത്തണമെങ്കിൽ അതും ഒരു പ്രയാസമാണ്. ഈ പള്ളിയിലേക്ക് കോട്ടുപള്ളിയിലേക്ക് ഒരു ജുമാ നിസ്കരിക്കാൻ പോകണമെങ്കിൽ അതും ചുറ്റി വളഞ്ഞിട്ട് മക്കൾ പോകണം. ഞങ്ങളെക്കാട്ടിപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഞങ്ങളെ കുട്ടികളാണ്. സമയത്ത് തോണി കിട്ടൂല, അങ്ങനെയൊക്കെ കൂടി വലിയ ബുദ്ധിമുട്ടാണ്. അക്കരെ പോകാനൊക്കെ, അക്കരയും സ്കൂളിൽ പോകാനൊക്കെ പല ആവശ്യത്തിന് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ജനങ്ങളെല്ലാവരും കൂടി ഓരോ വീട്ടിൽ നിന്ന് 1500 രൂപ വെച്ചിട്ട്, ചുറ്റുപാടുള്ള വീട്ടിൽ നിന്ന് അങ്ങനെ 1500 രൂപ പിരിച്ചിട്ട് ആണ് ഈ തൂണുണ്ടാക്കിയത്. പിന്നെ അത് പഞ്ചായത്താണ് ഈ സൈഡിലെ കെട്ടൊക്കെ കെട്ടിയ പഞ്ചായത്താണ്. അക്കരെ ഒരു കെട്ട് കെട്ടി, ഇക്കരെ ഒരു കെട്ട് കെട്ടി, പിന്നെ അവിടെ നിന്ന് പോയത്. അപ്രോച്ച് റോഡിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച ചില തർക്കങ്ങൾ കാരണം പല ഫണ്ടും നഷ്ടമാവുകയാണ്. നിലവിൽ 19.18 കോടി രൂപയുടെ ഭരണാനുമതി വീണ്ടും പാലത്തിനു വേണ്ടി തേടിയിട്ടുണ്ട്. എന്നാൽ ഇതും സ്ഥലമേറ്റെടുക്കൽ സംബന്ധിച്ച വിഷയത്തിൽ തട്ടി നിൽക്കുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.